ആദ്യമായി ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഇനമാണ് ഡെൻഡ്രോബിയംസ്. ലളിതമായ പരിചരണം, താരതമ്യേന വേഗത്തിൽ വളരുന്ന സ്വഭാവം, വർഷത്തിൽ പല പ്രാവശ്യം പൂവിടൽ, രോഗകീടബാധയുടെ കുറവ് എന്നിവയൊക്കെയാണ് ഡെൻഡ്രോബിയത്തെ പ്രിയങ്കരമാക്കുന്നത്. ഇന്ന് വിപണിയിൽ ഡെൻഡ്രോബിയത്തിൻ്റെ തൈകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന തൈകൾ എങ്ങനെയാണ് മറ്റൊരു പോട്ടിലെ പുതിയ മീഡിയത്തിലേക്ക് മാറ്റി നടുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ നടാനായി ഡെൻഡ്രോബിയം തൈകൾ വാങ്ങുമ്പോൾ ഇതുപോലെ ചെറിയ തൊണ്ട് കഷ്ണങ്ങളിൽ വേര് പിടിപ്പിച്ച തൈകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആദ്യം തന്നെ ഈ ചെടിയെ അക്ലൈമറ്റൈസ് ചെയ്യണം. അതായത് നമ്മുടെ കാലാവസ്ഥയുമായി ഇണങ്ങാനുള്ള അവസരം കൊടുക്കണം. അതിനായി 3-4 ദിവസം നല്ല തണലിൽ വെള്ളം സ്പ്രേ ചെയ്ത് വെച്ചിരുന്ന ഒരു തൈയാണിത്. വേരുകൾ മുറിയാതെ ചെടി വെച്ചിരിക്കുന്ന തൊണ്ട് കഷ്ണങ്ങൾ നീക്കം ചെയ്യണം. ഞാൻ ചെടിയുടെ കടഭാഗം 10 മിനിറ്റോളം വെള്ളത്തിൽ താഴ്ത്തി വെക്കുകയാണ് ചെയ്യാറ്. തൊണ്ട് ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ പതുക്കെ അത് റിമൂവ് ചെയ്യാം. ഇനി ചെടി നന്നായി കഴുകി വൃത്തിയാക്കണം. ചീഞ്ഞതും അഴുകിയതുമായ വേരുകളെല്ലാം മുറിച്ചു മാറ്റണം. അവയ്ക്ക് വെള്ളമോ പോഷകങ്ങളോ വലിച്ചെടുക്കാനുള്ള കഴിവില്ല. കൂടാതെ അവ പോട്ടിംഗ് മീഡിയത്തിനുള്ളിൽ ഇരുന്ന് അഴുകുകയും ചെയ്യും. ഇപ്പോൾ ചെടി നടാനായി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് തരം പോട്ടുകളാണ് ഡെൻഡ്രോബിയം നടാനായി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഡെൻഡ്രോബിയം ചെടികളെല്ലാം ഒരേ രീതിയിലല്ല വളരുന്നത്. ചെടിയുടെ വളർച്ചയുടെ രീതി അനുസരിച്ച് വേണം നടാനുള്ള പോട്ടിൻ്റെ വലിപ്പം തീരുമാനിക്കാൻ. വശങ്ങളിൽ ദ്വാരങ്ങളുള്ള നെറ്റ് പോട്ടുകളിലോ സാധാരണ ചെടിച്ചട്ടികളിലോ ഡെൻഡ്രോബിയം നടാം. ഇവ മിനിയേച്ചർ വിഭാഗത്തിലുള്ള ചെടികളാണ്. ഇവയുടെ സ്യൂഡോസ്റ്റം അധികം നീളം വയ്ക്കില്ല. വശങ്ങളിൽ നിന്ന് ധാരാളം സ്യൂഡോസ്റ്റംസ് ഉണ്ടായി ചെടി ബുഷിയായി നിൽക്കും. കുറേയേറെ സ്പൈക്കുകൾ ഒന്നിച്ചുണ്ടായി ചെടികൾ പൂക്കൾ നിറഞ്ഞു നിൽക്കും. മറ്റു ഡെൻഡ്രോബിയം വെറൈറ്റീസിനെ അപേക്ഷിച്ച് ഇവയ്ക്ക് വില കൂടുതലാണ്. അധികം പൊക്കം വയ്ക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ പോട്ടുകളിലും ഹാങ്ങിങ് പോട്ടുകളിലും ഇവയെ വളർത്താം. ചെടികൾ കുറേ സ്യൂഡോസ്റ്റംസ് വന്ന് നല്ല ബുഷിയാകുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 2 പോട്ടുകളിൽ നടുകയോ അടുത്ത സൈസിലെ പോട്ടിലേക്ക് ചെടി മുഴുവനായി മാറ്റുകയോ ചെയ്യാം. ഇവ കുറച്ചുകൂടി വലുതാകുന്ന ഡെൻഡ്രോബിയം വെറൈറ്റീസ് ആണ്. ഇവയെ നമുക്ക് കുറച്ചുകൂടി വലിയ പോട്ടുകളിൽ നടാം. ഇവ നന്നായി പൊക്കം വെച്ച് വളരുന്ന ചെടികളാണ്. ഇവയിൽ നല്ല വലിപ്പത്തിലുള്ള കുറച്ചേറെ സ്പൈക്കുകൾ ഒന്നിച്ചുണ്ടാകും. നമ്മൾ ചെടി നട്ടിരിക്കുന്നത് ഭാരം കുറഞ്ഞ മീഡിയത്തിലായതുകൊണ്ട് ചെറിയ പോട്ടുകളിൽ നടുന്ന ഇത്തരം ചെടികൾ ചരിഞ്ഞു വീഴാനും സ്പൈക്കുകൾ ഒടിയാനുമുള്ള സാധ്യത കൂടുതലാണ്. അവയ്ക്ക് ശരിക്കും ഈ സൈസിലുള്ള പോട്ടുകൾ പോരാ. കുറച്ചുകൂടി വലിയ പോട്ടുകളാണ് അനുയോജ്യം. മുകളിൽ പറഞ്ഞതിൽ ഏത് വിഭാഗത്തിൽ വരുന്ന ചെടിയായാലും ആദ്യം നമ്മൾ ചെറിയ പോട്ടിലാണ് നടുന്നതെങ്കിലും ചെടി നന്നായി വളർച്ച കാണിക്കുകയും പോട്ട് പോരാ എന്ന് നമുക്ക് തോന്നുകയുമാണെങ്കിൽ ആ സമയത്ത് അടുത്ത സൈസിലേക്ക് റീപോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വാങ്ങിയപ്പോൾ തീരെ ചെറിയ തൈയായിരുന്നു. ഇപ്പോൾ ഇത് വളർന്നു പൂവിട്ടപ്പോൾ ഈ പോട്ട് പോരാ ഈ ചെടിയെന്ന് മനസ്സിലായി. ഈ പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി വലിയ ഒരു ചട്ടിയിലേക്ക് ഇതിനെ റീപോട്ട് ചെയ്യും. ഡെൻഡ്രോബിയം നടാനായി ഞാൻ കരിയാണ് പോട്ടിംഗ് മീഡിയമായി ഉപയോഗിക്കുന്നത്.
നടുന്ന സമയത്ത് PVC പൈപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി പോട്ടിൽ വയ്ക്കാറുണ്ട്. ചെടിയെ നേരെ പിടിച്ചു കെട്ടാനുള്ള സൗകര്യത്തിനാണ് ഇത് ചെയ്യുന്നത്. സ്പൈക്ക് വരുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് ഒരു ചെറിയ കമ്പി കഷ്ണമിട്ട് സ്പൈക്ക് ഇതിലേക്ക് ചേർത്ത് കെട്ടി സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യാം. മിനിയേച്ചർ ഡെൻഡ്രോബിയത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. ആദ്യം PVC പൈപ്പ് കണ്ടെയ്നറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ചുറ്റും കരിക്കഷ്ണങ്ങളിട്ട് ഇത് ചെറുതായി ഒന്ന് ഉറപ്പിക്കാം. പുതിയ വേരുകൾ വന്നു കഴിയുമ്പോൾ പൈപ്പ് കഷ്ണം അവിടെ നന്നായി ഉറച്ചിരിക്കും. വളരെ ചെറിയ കരിക്കഷ്ണങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ മീഡിയം പോട്ടിൽ അമർത്തി നിറയ്ക്കരുത്. ഇടയ്ക്ക് എയർ പോക്കറ്റ്സ് ഉണ്ടായിരിക്കണം. ഒരു എപ്പിഫൈറ്റിക് പ്ലാന്റ് ആയ ഓർക്കിഡ് വായുവിലേക്ക് നീണ്ടു വളരുന്ന ഏരിയൽ റൂട്ട്സ് വഴിയാണ് വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത്. വേരുകൾക്ക് പറ്റിപ്പിടിച്ച് വളർന്ന് ചെടിയെ ഉറപ്പിച്ച് നിർത്തുന്നതിനാണ് നമ്മൾ പോട്ടിംഗ് മീഡിയം ഉപയോഗിക്കുന്നത്. ഇനി മീഡിയത്തിൻ്റെ മുകളിൽ ചെടിയുടെ അടിഭാഗം തൊട്ടിരിക്കത്തക്ക വിധം ചെടിയെ വെച്ച് സോഫ്റ്റായ ഒരു ചരട് ഉപയോഗിച്ച് പൈപ്പിലേക്ക് കെട്ടി നിർത്തണം. ഏതാനും കരിക്കഷ്ണങ്ങൾ കൂടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം. ചെടിയുടെ കടഭാഗം മീഡിയം കൊണ്ട് മൂടരുത്. വെള്ളം സ്പ്രേ ചെയ്ത് ചെടി നല്ല തണലിൽ ഏതാനും ദിവസം വെച്ചതിന് ശേഷം പതുക്കെ കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റാം. വേനൽക്കാലത്ത് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം. മഴക്കാലത്ത് ആവശ്യാനുസരണം രാവിലെ മാത്രം നനയ്ക്കാം. ഡെൻഡ്രോബിയം മാറ്റങ്ങൾ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയായതുകൊണ്ട് നട്ട് കുറേ നാളത്തേക്ക് പുതിയ ഇലകളോ വേരുകളോ ഉണ്ടാകാതെ ചെടി അനങ്ങാതെ നിൽക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പിന്നീട് നമ്മുടെ അന്തരീക്ഷവുമായി ഇണങ്ങിക്കഴിയുമ്പോൾ പുതിയ വളർച്ചകൾ ഉണ്ടായിത്തുടങ്ങും. ആവശ്യത്തിന് നനയും സൂര്യപ്രകാശവും വളപ്രയോഗവും ഉണ്ടെങ്കിൽ നട്ട് 7-8 മാസത്തിനുള്ളിൽ ഡെൻഡ്രോബിയം പൂവിടും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.